നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകടോ ഉദാഹരണം പഠിപ്പിച്ചതല്ലയോ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം ഒരു ആടിന്റെ മാംസം ഒരാൾ കൊണ്ടുവന്ന് നൽകുകയാണ്. ഒരാടിൻ്റെതാകുന്ന തുടഭാഗം ഞങ്ങൾക്ക് കിട്ടിയപ്പോ റസൂലുള്ള എന്റെ കയ്യിലേക്ക് നൽകിയിട്ട് പറഞ്ഞു, കുലിയ ആയിഷ, ആയിഷ നീ കഴിക്കണേ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലേ ഞാൻ കഴിക്കൂല റസൂലേ, തങ്ങൾ ആദ്യം കഴിക്കണം ഹബീബേ. രണ്ടുപേരും ദിവസങ്ങളായി പട്ടിണിയാണ്. രണ്ടുപേരും പട്ടിണിയാണ്. നബി തങ്ങൾ നിർബന്ധിച്ചു, ആയിഷ നീ കഴിക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആ മാംസം നിർബന്ധം എടുത്തു വെച്ചുകൊണ്ട് ഒരു ചെറിയ കടി ഞാൻ കടിച്ചുപോയി. അന്നെനിക്ക് മാസമുറയുടെ സമയമാണ്, പീരീഡിന്റെ സമയമാണ്. അത് കഴിച്ചിട്ട് ഞാൻ തിരിച്ചു മുത്ത് നബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയളഉ ഫാഹു അലാ മൗളിഇ ഫിയാ, ഞാൻ എവിടെയാണ് വാ ചേർത്ത് വെച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ മുത്തുനബി വാ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകരും കടിക്കുന്നത് കണ്ടപ്പോ ഫബകൈതു ബുകാഅൻ ശദീദാ, അതിശക്തമായി ഞാൻ കരഞ്ഞുപോയി. കരയുന്നത് കണ്ട എന്നെ വാരിപ്പുണർന്ന് മുത്തുനബി ചുംബിച്ചിട്ട് ചോദിക്കുകയാണ്, ആയിഷ എന്തിനാണ് നീ കരയുന്നത് ആയിഷ? ആയിഷ നീ എന്തിനാണ് കരയുന്നത്? ഈ മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതത്തിൽ നിനക്ക് വല്ലാത്ത വിഷമം നേരിട്ടോ? പട്ടിണി കടന്നതിന്റെ കാരണത്താലാണോ നീ കരയുന്നത് ആയിഷ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല റസൂലേ, ഹുബ്ബുക ഫിയാ, തങ്ങൾക്ക് എന്നോടുള്ള മഹബ്ബത്ത് കണ്ടിട്ടാണ്, ആയിഷയോടുള്ള ഇഷ്ടം കണ്ടിട്ടാണ് ഞാൻ കടിച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ വാവച്ച് കടിച്ചല്ലോ, അത് കണ്ടിട്ട് കരഞ്ഞു പോയതാണ് റസൂലേ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ആദരവായ പ്രവാചകനുടനെ പറയുകയാ, ആയിഷ നീ എന്റെ ഭാര്യയാണ് ആയിഷ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.